ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ ശിഷ്യന്മാരും കൂടെ ഒരിക്കലും ഇങ്ങനെ ഗോതമ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ഈ ഗോതമ്പ് കതിര് പറിച്ച് തിരുമ്മി തിന്നിയാണ്. അതൊരു സാബത്ത് ദിവസമായിരുന്നു. അതുകൊണ്ട് ഫരീസേരൊക്കെ ഇടകി അവർ സാബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞു. കരുണയില്ലാതെ നിയമത്തെ മാത്രം മുറുകെ പിടിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക. ഈശോരെ ശാസിക്കുന്നുണ്ട്. ശാസിച്ചിട്ട് ഈശോ പ്രകാരമാണ് പറയുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 7-ാം തിരുവചനം, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. ഈശോ ഊന്നൽ കൊടുക്കുന്നത് കരുണയ്ക്കാണ് ബലിയേക്കാൾ. നിയമങ്ങളുടെ കർക്കശമായ അനുഷ്ഠാനം നല്ലതാണ്, പക്ഷേ അതിനേക്കാൾ അതിൻ്റെ മേലെ കരുണ നിറയണമെന്ന് ഈശോ പറയുന്നുണ്ട്. വിധിക്കലല്ല, കരുണാപൂർവം ചേർത്ത് പിടിക്കല്, സ്വീകരിക്കല്, തിരുത്തല്. അവിടെ ഈശോയുടെ മുഖമായിട്ട് നീ മാറിയ നിന്റെ ചുറ്റുപാടുകളിൽ കരുണ ഒഴുക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിക്ക് ഇന്നേ ദിവസം വേണ്ട കൃപകളും നന്മകളും എല്ലാം കൊടുക്കണമേ. കരുണയുടെ വക്താവായി ജീവിക്കുവാൻ ഈ വ്യക്തിയെ നീ സഹായിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.